ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ഡ്രീം ഡെയിലി ഡിസൈൻസ്. ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറേ മുന്നേ എടുത്തൊരു ഡ്രസ്സാണ് കേട്ടോ. വർക്കൊക്കെ ഉള്ള ഞാൻ ഡെലിവറിൻ്റെ സമയത്ത് എടുത്തൊരു ഗൗണാണ്. ആ ഗൗണ് ഞാനിപ്പോൾ 2 വർഷമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതിൻ്റെ വർക്കുകളൊക്കെ ഡാമേജ് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമുക്കൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എടുത്തു വെച്ചിരുന്ന ഒരു ഗൗണാണ് കേട്ടോ ഇത്. എനിക്ക് വർക്കുകളുള്ള അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. പിന്നീടാണ് കേട്ടോ ഞാനിതൊന്ന് ഇങ്ങനെ ചെയ്ത് നോക്കി സെയിൽ ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പിന്നെ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എനിക്കൊരു ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്ലോത്തും കാര്യങ്ങളൊക്കെ കുറച്ച് ഡാമേജൊക്കെ ആയിട്ടുണ്ടെങ്കിലും വർക്കിൻ്റെ അവിടെ എനിക്ക് ഈ ഒരു വർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ പിന്നെ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. കാരണം ഈ കളറിൽ ആൻറ്റി കളറിൽ കട്ട് ബീഡ്സ് വർക്ക് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കൊട്ടും ഇതിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചിരുന്നു ഏതെങ്കിലും ഒരു വർക്കുള്ള ക്ലോത്ത് എടുക്കാന്നുള്ള ലെവലിൽ അങ്ങനെ എടുത്തതായിരുന്നു. പിന്നെ എന്തായാലും അത് കുട്ടീൻ്റെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഡെയിലി, കാരണം ആ ഒരു ടൈമിൽ നമ്മൾ തടിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഏത് ഡ്രസ്സും എനിക്ക് സൈസ് ഓക്കെ ആവാത്തതുകൊണ്ട് അധികം ഈ ഒരു ഡ്രസ്സ് തന്നെയായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും എനിക്കും ആ വർക്ക് ഒട്ടും ഒരു ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനും തന്നെ ആ വർക്കെല്ലാം ഒന്ന് അയച്ച് മാറ്റിയെടുത്തിട്ട് നമുക്ക് പുതുക്കി പണിയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാനിപ്പോൾ ഈ ഒരു വർക്ക് തുടങ്ങിയിട്ട് തന്നെ 1 വർഷത്തോളം ആയിട്ടോ ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ. കാരണം നമുക്ക് കാരണം അതിനൊരു ടൈമും ഇല്ല. പിന്നെ നമുക്ക് അതിനനുസരിച്ച് ഓർഡേഴ്സുകൾ വേറെ വരുമ്പോൾ അവരുടെ കസ്റ്റമർക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കും. എനിക്കുള്ളത് ഞാനത് അവിടെ തന്നെ വെക്കുകയാണ് ചെയ്യാറുള്ളത്. ഫ്രീ ആവുമ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. പക്ഷേ പിന്നെ എനിക്കൊരിക്കലും അത് ചെയ്യാൻ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് ചെയ്യും, പിന്നെ അത് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും. ഇതന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമെങ്കിലും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ 8 മാസം 9 മാസം എന്തായാലും ആയിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ ഇതൊന്ന് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. കാരണം ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഈ ഒരു ഡ്രസ്സ് ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ഇടാമെന്നുള്ളത്. അതിപ്പോഴാണ് എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വർക്ക് ഒന്ന് നോക്കൂട്ടോ. മുന്നത്തെ വർക്കിൻ്റെ ശരിക്കുള്ളൊരു ഫോട്ടോ എൻ്റെ കയ്യിലില്ല. അത് ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നത്. അതിൽ നിങ്ങൾക്ക് വർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് ജസ്റ്റ് ഒരു ആൻറ്റി കളർ കട്ട് ബീഡ്സിൽ നമ്മളുടെ ജസ്റ്റ് പോഷയിൽ ഇങ്ങനെ ഒരു ഏലൈൻ കുർത്തിൻ്റെ വർക്കായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ അതൊട്ടും ഈ ഒരു ഡാർക്ക് കളർക്ക് മാച്ചായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിത് സിൽവർ കളറിൽ ഇതുപോലെ ലീഫും ഫ്ലവറൊക്കെ കൊടുത്തിട്ട് സീക്വൻസൊക്കെ കൊടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വർക്ക് ഇവിടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നോട് തന്നെ പലരും ചോദിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനെയൊക്കെ വർക്ക് ചെയ്യുന്ന നിനക്കിതുവരെ വർക്കുള്ള ഡ്രസ്സുകളൊന്നും ഇല്ല എന്നുള്ളത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ യൂസ് ചെയ്യാനൊക്കെ. പക്ഷേ എനിക്ക് വേണ്ടിയിട്ട് പുറത്ത് കൊടുത്ത് വർക്ക് ചെയ്യാനായിട്ട് താല്പര്യമില്ല, എന്നാൽ സ്വന്തമായിട്ട് വർക്ക് ചെയ്യാനായിട്ടും ആഗ്രഹമില്ല എന്നുള്ള ലെവലിലാണ് കേട്ടോ ഞാൻ. ഒന്നാമത് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഇരുന്ന് ചെയ്യും. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ചെയ്യുന്നതിന് നമുക്കൊന്നും കിട്ടില്ലല്ലോ. അതും ഒരു മെയിൻ റീസണാണ്. ഇതാണ് കേട്ടോ ഷാളിൻ്റെ വരുന്നുണ്ട്. അത് ഈ ഒരു കട്ട് ബീഡ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഷാൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ബീഡ്സ് കൊണ്ട് തന്നെ നമ്മൾ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാനൊക്കെ എടുത്തിട്ട് ഒന്നും കൂടെ ആ ഒരു ലെവലിൽ തന്നെ ഈ ഒരു വർക്ക് തന്നെയാണ് ഞാൻ ഷാളിന് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കട്ട് ബീഡ്സ് മാറ്റിയിട്ട് ഇതേ നമ്മൾ സിൽവർ കട്ട് ബീഡ്സ് കൊടുത്തിട്ട് സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മുന്നേ ഉള്ള വർക്കാണോ ഇഷ്ടപ്പെട്ടത്, ഈ ഒരു വർക്കാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ. 2 വർഷം പഴക്കമുള്ള ഡ്രസ്സാണെന്ന് ഇപ്പോൾ കണ്ടാൽ തോന്നില്ല കേട്ടോ. കാരണം ഇതിൻ്റെ ക്ലോത്ത് എന്തായാലും ഡാമേജ് ഒന്നും ആയിട്ടുണ്ടായിരുന്നു. കാരണം ജോർജറ്റ് ക്ലോത്ത് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ആ വർക്കുകളൊക്കെ എടുത്തപ്പോൾ അവിടെ ജസ്റ്റ് ചെറിയ ഒരു രീതിയിൽ ഇങ്ങനെ നമ്മൾ തുന്നി കുട്ടീൻ്റെ ഒരു അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് മുകളിലൂടെ ഞാൻ ഇതൊക്കെ ചെയ്തപ്പോൾ ഒന്നും കൂടെ ഒരു ഫിനിഷിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിതുപോലുള്ള പഴയ ഡ്രസ്സുകളൊക്കെ ഇതുപോലെ വർക്കുകളൊക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫ്രഷ് ആയിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അത് കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കാനും മറക്കരുതേ. ഇത് നോർമലായിട്ടുള്ളൊരു ഗൗണാണ്. അപ്പോൾ ഇഷ്ടമായാൽ മറക്കല്ലേ ലൈക്ക് ചെയ്യാൻ. പിന്നെ ഇതുപോലുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ കസ്റ്റമൈസിങ് അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. താങ്ക്